എത്ര തവണ പോയാലും മതി വരാത്ത, വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലങ്ങളിലൊന്നാണ് മൂന്നാർ. ഇന്നത്തെ യാത്ര മൂന്നാറിലെ ദേവികുളത്തേക്കാണ്. ദേവികുളത്തിലെ പ്രധാന ആകർഷണം വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും പിന്നെ നല്ല തണുത്ത കാലാവസ്ഥയുമാണ്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുള്ള ദേവികുളം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യരശ്മികൾ തേയിലയുടെ തളിരിലകളിൽ തട്ടി പ്രതിഫലിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പും കാറ്റുമുണ്ട്. മൂന്നാറിൽ എവിടെയാണെങ്കിലും യാത്ര ചെയ്യാൻ പറ്റിയ സമയം വെളുപ്പിനെയാണ്. ഈ സമയത്ത് തിരക്ക് തീരെ ഉണ്ടാവുകയുമില്ല. സൺറൈസിന്റെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാനും പറ്റും. മൂന്നാർ ടൗണിൽ നിന്നും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേവികുളത്ത് എത്താം. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള വ്യൂസ് ആണ്. ദേവികുളത്തിലെ തേയിലത്തോട്ടങ്ങളുടെ കൂടുതൽ ഭാഗവും ലോഹർട്ട് ടീ ഫാക്ടറിയുടെയാണ്. ഇവിടെ ഇപ്പോൾ ഹെറിറ്റേജ് ഫാക്ടറി ടൂർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആയിരത്തി 1936 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഓർത്തഡോക്സ് ടീ ഫാക്ടറിയാണ് ലോഹർട്ട് ടീ ഫാക്ടറി. കേരളത്തിലെ ആദ്യത്തെ ടീ പ്ലാന്റേഷനാണ് ലോഹർട്ട്. ഇവിടെ ഓർത്തഡോക്സ് രീതിയിലാണ് ഇപ്പോഴും ടീ ലീഫ് പ്രോസസ് ചെയ്യുന്നത്. ലോഹർട്ട് എന്നത് പ്ലേസ് നെയിമാണ്. ഇവിടെ ട്രഡീഷണൽ രീതിയിൽ മാനുവൽ പ്രോസസ്സിങ്ങിലാണ് ടീ ലീഫ് പ്രോസസ് ചെയ്യുന്നത്. ടീയുടെ 18 വെറൈറ്റീസ് ക്വാളിറ്റി ബേസ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ 2 രീതിയിലുള്ള ടീ പ്രോസസ്സിംഗ് ആണ് ഉള്ളത്, ഓർത്തഡോക്സും CTCയും. ഓർത്തഡോക്സിൽ ടീക്ക് ലീഫ് മാത്രമേ എടുക്കൂ. CTCയിൽ ലീഫും സ്റ്റെമ്മും ഫൈബറും ഒക്കെ മിക്സ് ചെയ്ത് എടുക്കും. ലോഹർട്ട് ടീ ഫാക്ടറിയുടെ സ്റ്റാഫായ ഗംഗാമാമാണ് ഫാക്ടറിയുടെ പ്രോസസ്സിംഗ് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രോസസ്സിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ മോയ്സ്ചറൈസർ റെഡ്യൂസിംഗ് ആണ്. താഴെ നിന്നും ഹോട്ട് എയർ കണ്ടിന്യൂസ് ആയിട്ട് ലീഫിലേക്ക് അടുപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിന് വെതറിംഗ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സ് ഗ്രൈൻഡിംഗ് ആണ്. ഇതിനുപയോഗിക്കുന്ന മെഷീനാണ് റോളർ. ടോട്ടൽ 10 മെഷീനാണ് ഇവിടെയുള്ളത്. ഗ്രൈൻഡിങ്ങിന് ശേഷം സീവിംഗ് ചെയ്യുന്നു. സീവിംഗ് എന്നത് ഫെർമെൻറ്റേഷൻ ചെയ്യുന്നതാണ്, അതായത് കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഒരു ആപ്പിൾ മുറിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രൗൺ കളറായിട്ട് മാറുന്നതുപോലെ നാച്ചുറൽ കളർ ചേഞ്ച് ആയിട്ട് എടുക്കുന്നതാണ് ഫെർമെൻറ്റേഷൻ. നെക്സ്റ്റ് പ്രോസസ്സ് ഡ്രൈയിങ് ആണ്.
ഫെർമെൻറ്റേഷന് ശേഷം ടീ ലീവ്സ് 110 ഡിഗ്രി സെൽഷ്യസിൽ 22 മിനിറ്റിൽ ബ്ലാക്ക് ടീ റെഡിയാവും. സ്ക്രീനിൽ ഇടതുവശത്ത് കാണുന്നത് സൂപ്പർ പ്രീമിയം, വലതുവശത്തേത് പ്രീമിയം, നടുക്കുള്ളത് ബ്ലാക്ക് ടീയുമാണ്. ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷമുള്ള ബ്ലാക്ക് ടീ ആണിത്. ലീഫിൻ്റെ സ്റ്റെമ്മ് അഥവാ ഫൈബർ ആണിത്. ഇത് ഹെന്ന, കളർ, ഓയിൽ എന്നിവ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് സീവിംഗ് മെഷീനാണ്. സ്റ്റെമ്മിൽ നിന്നും എടുക്കുന്ന ലോ കോസ്റ്റ് ക്വാളിറ്റിയിലുള്ള ടീ ആണിത്. ഇതിന് ഡസ്റ്റ് എന്നാണ് പറയുന്നത്. ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് ഈ ഡസ്റ്റാണ്. ബ്ലാക്ക് കളർ ടീ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ്. ഈ ഒരു പാക്ക് 28 മുതൽ 35 കിലോ വരെയാണ്. ഈ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ടീ മേക്കിംഗ് മെഷീനാണ്. നെക്സ്റ്റ് ടീ ടേസ്റ്റിംഗ് ആണ്. ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി വൈറ്റ് ടീ മുതൽ ഡസ്റ്റ് വരെയുള്ള ഡിഫറെൻറ്റ് ടീ വെറൈറ്റീസ് ടേസ്റ്റ് ചെയ്യാം. ടീ ലീഫ് ഇട്ട് വെള്ളം തിളപ്പിക്കരുത്. അതിനു പകരം തിളപ്പിച്ച വെള്ളത്തിൽ ലീഫ് ഇട്ട് 20 മിനിറ്റ് അടച്ചു വയ്ക്കുക. പിന്നീട് ടീ കുടിക്കാവുന്നതാണ്. മിൽക്ക് മിക്സ് ചെയ്താൽ ടീയുടെ ഗുണം കുറയുകയും അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ നോർമലായി കുടിക്കുന്ന ടീ അഥവാ ഡസ്റ്റ്. ഈ കാണുന്നത് ലോഹർട്ട് ഗ്യാപ് വ്യൂ പോയിന്റ് ആണ്. ഈ ഒരു ഏരിയ ലോഹർട്ട് ഫാക്ടറിയുടെ മുകളിലുള്ള ടീ പ്ലാന്റേഷൻ ആണ്. വളരെ മനോഹരമായ വ്യൂസ് ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. രാവിലെ നമ്മൾ പോയ ലോഹർട്ട് ഫാക്ടറി ഇവിടെ നിന്നും ദൂരെയായിട്ട് കാണാം. ലോഹർട്ട് ഗ്യാപ് വ്യൂവിൻ്റെ ഒരു സൈഡിൽ ചക്രമുടിയാണ്. മൂന്നാറിലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ചില വിദേശ രാജ്യങ്ങൾ പോലെ തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയാണ്.
തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന ലയങ്ങളാണ് ഈ കാണുന്നത്. സൺലൈറ്റ് ചെടികൾ തട്ടുമ്പോൾ ഗോൾഡൻ എഫക്റ്റ് ആണ് കാണാൻ കഴിയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി പോകുന്നത് ദേവികുളത്തിനടുത്ത് തന്നെയുള്ള ചിന്നക്കനാലിലേക്കാണ്. ചിന്നക്കനാലിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.